ഒരു ഭാര്യയും ഭർത്താവും മൃഗശാല കാണാൻ വേണ്ടി പോയി. മൃഗശാല കാണാൻ പോയി. അപ്പൊ മൃഗശാല ഇങ്ങനെ കണ്ട് നടക്കുന്ന സമയത്ത് ഒരു രണ്ട് കുരങ്ങന്മാർ, ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ പേനൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണല്ലോ കുരങ്ങന്മാർ, കണ്ടില്ലേ? ഭയങ്കര സ്നേഹം. പേനൊക്കെ എടുത്തിട്ട് അവരെടുത്ത് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്രേ, എന്തൊരു സ്നേഹമല്ലേ, മൃഗങ്ങളാണെങ്കിലും അവർക്ക് എന്തൊരു സ്നേഹമാണ്. അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു എന്താണെന്നറിയാം, സ്നേഹമൊക്കെ ശരി തന്നെയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയില്ലേ, പെണ്ണില്ലേ, ആ പെണ്ണിനെ ഒന്ന് എറിഞ്ഞു നോക്ക്. കേട്ട പടിപള്ളി ചെറിയ കല്ലെടുത്തിട്ട് ആ പെൺകുരങ്ങനെ ഇങ്ങനെ എറിഞ്ഞു. അവിടെയുള്ള മുഴുവൻ കുരങ്ങന്മാർ ഓടി. കൂട്ടത്തിൽ ആരും ഓടി? ഈ ഭർത്താവും ഓടി. അയാളവിടെ നിന്നൊന്നുമില്ല, ഓടിക്കളഞ്ഞു. ഈ ഭാര്യയോട് ഒറ്റ കഴിയും. ഇയാളൊന്നും പറഞ്ഞു തന്നില്ല, അവളെ ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തു. പിന്നെ അവരിങ്ങനെ നടന്നു പോകുമ്പോ സിംഹക്കൂടിന്റെ മുന്നിലെത്തി. ഈ സിംഹങ്ങൾ കണ്ട് ഭാര്യയും ഭർത്താവും അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. രണ്ടാളും തമ്മിൽ യാതൊരു സ്നേഹമില്ല. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു സ്നേഹമില്ല. അപ്പൊ ഈ ഭാര്യ ഭർത്താവിനോട് ഇതേപോലെ തന്നെ പറഞ്ഞു, എന്തായാലും ഒരു സ്നേഹമില്ല, ഭാര്യയും ഭർത്താവാണ്, ഒരു സ്നേഹമില്ലല്ലോ തമ്മില്. അപ്പൊ ഈ ഭർത്താവ് ഇതേപോലെ തന്നെ പറഞ്ഞു, ഓക്കെ, ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയെ ഒന്ന് എറിഞ്ഞു നോക്ക്. ഇവിടെ അതേപോലെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയുടെ നേരെ ഇങ്ങനെ എറിയാൻ ഒരുങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ആൺസിംഹല്ലേ ചീറിയെടുത്ത് അവിടെയുള്ള അന്തരീക്ഷം മുഴുവനും കുലുങ്ങുന്ന അത്രയും സൗണ്ടിലാണ് ആ ആൺസിംഹത്തിന്റെ സൗണ്ട് ഉണ്ടായിരുന്നത്. ഇതിനത് പറഞ്ഞെന്നറിയോ, എല്ലാവരും ഒരേപോലെയല്ല സ്നേഹം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യാം. സ്നേഹത്തിനും കെയറിങ്ങിനും ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യനെ വേറൊരാളെ വെച്ച് ഒരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത്. ഓരോ മനുഷ്യന് കെയറിങ്ങിന് ഓരോരോ രീതിയാണ് ഉണ്ടാവുക. ഓരോ ആൾക്കും ഓരോ മൂടല്ലേ.